2025 $4.4 ബില്യൺ മൂല്യമുണ്ടായിരുന്ന ഇന്ത്യയിലെ വീഡിയോ സർവൈലൻസ് അഥവാ CCTV വിപണി 2031 ആകുമ്പോഴേക്കും $7.7 ബില്യൺ, അതായത് ഏകദേശം 74,000 കോടി രൂപയായി വളരുമെന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇവിടെ വളർച്ചയേക്കാൾ വലിയ കഥ എന്തെന്നാൽ ഈ മാറ്റത്തിൽ നിന്ന് ആർക്കാണ് യഥാർത്ഥത്തിൽ ലാഭം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ആവശ്യക്കാരുടെ എണ്ണം കൂടിയതും നിയന്ത്രണ ചട്ടങ്ങളിൽ വന്ന വലിയ മാറ്റങ്ങളുമാണ് നമ്മുടെ രാജ്യത്തെ CCTV മേഖലയിൽ ഇത്രയും വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ വീഡിയോ സർവൈലൻസ് വിപണി 2025 മുതൽ 2030 വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ 10.36% വാർഷിക വളർച്ച നിരക്കിൽ വളരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലെ CCTV വ്യവസായത്തിന്റെ കാര്യം ഇതിലും മികച്ചതാണ്. ഇവിടെ പ്രതിവർഷം 15% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ തന്നെ കൂടുതൽ അത്യാധുനികമായ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഥവാ IP ക്യാമറകളുടെ വിപണി 25%-ലധികം വേഗതയിലാണ് കുതിച്ചുയരുന്നത്. മറ്റൊരു അനുകൂല ഘടകം നോക്കാം. 2025 ഏപ്രിൽ 9 മുതൽ രാജ്യത്ത് വിൽക്കുന്ന എല്ലാ നെറ്റ്വർക്ക് CCTV ക്യാമറകൾക്കും STQC അതായത് സ്റ്റാൻഡർഡൈസേഷൻ, ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കി. ഉപയോക്താക്കളുടെ സൈബർ സുരക്ഷ, ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ, ഡാറ്റ സ്വകാര്യത എന്നിവ അന്താരാഷ്ട്ര നിലവാരത്തിലാണെന്ന് ഉറപ്പാക്കാനാണ് ഈ കർശനമായ നടപടി. ഇതോടെ ഗുണനിലവാരമില്ലാത്ത വില കുറഞ്ഞ വിദേശ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി പൂർണ്ണമായും തടയപ്പെട്ടു. ഇതിന്റെ ഫലമായി മുൻപ് ഇന്ത്യൻ വിപണിയുടെ 1/3 കൈയടക്കി വെച്ചിരുന്ന പല ചൈനീസ് ബ്രാൻഡുകൾക്കും വിപണിയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു. ചൈനീസ് കമ്പനികൾ പിന്മാറിയതോടെ വിപണിയിൽ വൻ ഒഴിവ് രൂപപ്പെടുകയും ഉപഭോക്താക്കൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന നമ്മുടെ സ്വന്തം ഇന്ത്യൻ നിർമ്മാതാക്കളിലേക്ക് വലിയ തോതിൽ മാറുകയും ചെയ്തു. സ്വാഭാവികമായും ഈ വൻ മാറ്റത്തിന്റെ മുഴുവൻ ആനുകൂല്യവും നേടിയെടുക്കാൻ നമ്മുടെ ആഭ്യന്തര കമ്പനികൾ സജ്ജരായി കഴിഞ്ഞു. ഈ തരംഗത്തിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയ ഒന്നാമത്തെ കമ്പനിയാണ് ആദിത്യ ഇൻഫോടെക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സർവൈലൻസ് നിർമ്മാതാക്കളും ആഗോളതലത്തിൽ 3-ാം സ്ഥാനത്തുള്ളവരുമായ ഇവരുടെ വിപണി വിഹിതം 2025 സാമ്പത്തിക വർഷത്തിലെ 20% നിന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷമായപ്പോഴേക്കും 43%-മായി ഒറ്റയടിക്ക് ഉയർന്നു. രാജ്യത്തുടനീളം 500-ലധികം നഗരങ്ങളിലായി 800-ലധികം ഡിസ്ട്രിബ്യൂട്ടർമാരും 1800-ലധികം സിസ്റ്റം ഇന്റഗ്രേറ്റർമാരും 30,000-ലധികം ചാനൽ പാർട്ണറുമായി വൻ ശൃംഖലയാണ് ഇവർക്കുള്ളത്. പ്രൊഫഷണൽ എന്റർപ്രൈസ് സൊല്യൂഷനുകൾ മുതൽ സ്മാർട്ട് ഹോം, IoT ഉപകരണങ്ങൾ, വീഡിയോ ഡോർ ഫോണുകൾ, ഡാഷ് ക്യാമറകൾ എന്നിവ വരെ ഇവ നൽകുന്നുണ്ട്. ആദിത്യ ഇൻഫോടെക്കിന്റെ പ്രധാന ബ്രാൻഡ് ആയിട്ടുള്ള CP+ ആണ് ഇവരുടെ ആകെ വരുമാനത്തിന്റെ 86% നൽകുന്നത്. ഇതിൽ 73% IP വിഭാഗത്തിൽപ്പെട്ട ആധുനിക ഉൽപ്പന്നങ്ങളാണ്. പരമ്പരാഗത HD അനലോഗ് ക്യാമറകളിൽ നിന്ന് ബുദ്ധിശേഷിയുള്ള IP സിസ്റ്റങ്ങളിലേക്കുള്ള ഈ മാറ്റം കമ്പനിയുടെ ലാഭവിഹിതവും ശരാശരി വിൽപ്പന വിലയും കുത്തനെ കൂട്ടിയിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും ലക്ഷ്യമിട്ട് മൾട്ടി ബ്രാൻഡ് തന്ത്രമാണ് ഇവർ പയറ്റുന്നത്. സാധാരണക്കാർക്കായി കുറഞ്ഞ വിലയിൽ നെക്സിവ്യൂ, ഐറ എന്നീ ബ്രാൻഡുകൾ അവതരിപ്പിച്ചപ്പോൾ വൻകിട കോർപ്പറേറ്റുകൾക്കും ഗവൺമെന്റ് പ്രൊജക്ടുകൾക്കുമായി CP+ Pro സീരീസ് ആണ് ഇവർ നൽകുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ അധിഷ്ഠിതമായിട്ടുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ വലിയ നിക്ഷേപവും ഇപ്പോൾ ഇവർ നടത്തുന്നുണ്ട്. ലോകോത്തര ചിപ്പ് നിർമ്മാതാക്കളായിട്ടുള്ള ക്വാൽകോമുമായി ചേർന്ന ക്യാമറകളിൽ നേരിട്ട് പ്രവർത്തിക്കുന്ന വിഷൻ AI അനലിറ്റിക്സ് ഇവർ കൊണ്ടുവരുന്നുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ IP സിസ്റ്റം ഓൺ ചിപ്പുകൾ ഇവർ വികസിപ്പിക്കുകയാണ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ 90 ലക്ഷം CP+ ക്യാമറകളിലെ ഈ ക്വാൽകോം ചിപ്പുകൾ ഘടിപ്പിക്കാനാണ് പദ്ധതി. CCTV ഒരു സേവനമായി നൽകുന്ന സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് മോഡലുകൾക്കും ഇവർ തുടക്കമിടുന്നു. തങ്ങളുടെ ഉൽപാദന ശേഷി നിലവിലുള്ള 25 ലക്ഷത്തിൽ നിന്ന് ഇരട്ടിയാക്കുന്നതിന്റെ ഭാഗമായി നോയിഡയിൽ 3 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള പുതിയ നിർമ്മാണ പ്ലാന്റ് ഇവർ സജ്ജമാക്കുകയാണ്. 2027 സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ ഇത് പ്രവർത്തനക്ഷമമാകും. ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിനായി ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ 50% സാധനങ്ങളും സ്വന്തമായി നിർമ്മിക്കാൻ ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി ഓറിയൻ കേബിൾസുമായി ചേർന്ന് രാജസ്ഥാനിൽ പുതിയ കേബിൾ നിർമ്മാണ യൂണിറ്റും മാസം 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ ലെൻസുകൾ നിർമ്മിക്കാവുന്ന ഓട്ടോമേറ്റഡ് അസംബ്ലി ലൈനും പ്ലാസ്റ്റിക് മെറ്റൽ കവറിങ്ങുകൾ നിർമ്മിക്കുന്നതിനുള്ള വലിയൊരു പ്ലാന്റും ഇവർ സ്ഥാപിക്കുന്നുണ്ട്. സാമ്പത്തികമായി നോക്കിയാൽ 2026 സാമ്പത്തിക വർഷത്തിൽ ആദിത്യ ഇൻഫോടെക്കിന്റെ വരുമാനം 35% വർദ്ധിച്ച് 4,221 കോടി രൂപയിലെത്തി. EBITDA 124% ഉയർന്ന് 579 കോടി രൂപയായും അറ്റലാഭം 166% വർദ്ധിച്ച് 368 കോടി രൂപയായും കുതിച്ചുയർന്നു. വരും വർഷത്തിൽ 50% വരുമാന വളർച്ചയും 14% മുതൽ 15% വരെ EBITDA മാർജിനുമാണ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി നോക്കേണ്ടത് അതിവേഗം വളരുന്ന മറ്റൊരു ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള പ്രിസർവ് വിസ്റ്റെക് ആണ്. ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ഇവരുടെ വിതരണ ശൃംഖല പെട്ടെന്ന് അനുകരിക്കാൻ എതിരാളികൾക്ക് കഴിയില്ല.
21 സംസ്ഥാനങ്ങളിലായി 11,000-ലധികം ഡീലർമാരും 150-ലധികം ഡിസ്ട്രിബ്യൂട്ടർമാരും ഇവർക്കുണ്ട്. IP ക്യാമറകൾ, അനലോഗ് 4G, സോളാർ ക്യാമറകൾ എന്നിങ്ങനെ 1281-ലധികം മോഡലുകൾ ഇവർ വിൽക്കുന്നുണ്ട്. ഫേസ് റിക്കഗ്നിഷൻ, വാഹന നമ്പർ പ്ലേറ്റ് റീഡിംഗ് എന്നിവയൊക്കെയുള്ള പ്രിസർ പ്ലസ് AI സീരീസ് ഇവരുടെ സാങ്കേതിക മികവ് കാണിക്കുന്നുണ്ട്. ഗാന്ധിനഗറിലെ പ്ലാന്റിൽ നിലവിൽ 2 അസംബ്ലി ലൈനുകളായി വർഷത്തിൽ 16 ലക്ഷം ക്യാമറകൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വലിയ തുക ചെലവഴിക്കാതെ തന്നെ ഇത് 40 ലക്ഷമായി ഉയർത്താൻ സാധിക്കും. പാർട്സുകൾ ഇറക്കുമതി ചെയ്ത് കൂട്ടി യോജിപ്പിക്കുന്നതിന് പകരം സർക്യൂട്ട് ബോർഡുകൾ ഉൾപ്പെടെ സകല ഇലക്ട്രോണിക്സുകളും സ്വന്തമായി നിർമ്മിക്കാനാണ് ഇവരുടെ നീക്കം. സാങ്കേതിക സുരക്ഷ ഉറപ്പാക്കാൻ ഇൻഡിസെമിക് എന്ന കമ്പനിയുമായി ചേർന്ന് തദ്ദേശീയമായി സിസ്റ്റം ഓൺ ചിപ്പ് വികസിപ്പിക്കാനും ഇവർ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. 2030 ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന 250 ലക്ഷം പുതിയ വീടുകൾ തങ്ങൾക്ക് വലിയ അവസരമാകുമെന്നാണ് ഇവർ കരുതുന്നത്. ഫൈനാൻഷ്യൽസ് നോക്കിയാൽ പ്രിസോറിന്റെ വരുമാനം 2026 സാമ്പത്തിക വർഷത്തിൽ 108% വർദ്ധിച്ച് 147 കോടി രൂപയിലെത്തി. എബിഡ 121% വർദ്ധിച്ച് 33 കോടി രൂപയായും ലാഭം 104% വർദ്ധിച്ച് 20 കോടി രൂപയുമായി. ടയർ 2, ടയർ 3 നഗരങ്ങളാണ് ഇവരുടെ അടുത്ത ലക്ഷ്യം. മൂന്നാമത്തെ പ്രമുഖ കമ്പനി ഡീലിങ്ക് ആണ്. ഇന്ത്യയിലെ നെറ്റ്വർക്കിംഗ് വിപണിയിലെ വൻ മരമായിട്ടുള്ള ഡീലിങ്കിന്റെ വരുമാനത്തിന്റെ നല്ലൊരു പങ്കും ഹാർഡ്വെയർ വിൽപ്പനയിൽ നിന്നാണ്. നിലവിൽ ഇന്ത്യയിൽ വിൽക്കുന്ന തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ 2/3 ഭാഗവും ഇവർ തദ്ദേശീയമായിട്ട് തന്നെ നിർമ്മിക്കുന്നതാണ്. രാജ്യത്തുടനീളമുള്ള 30ഓളം പ്രമുഖ കരാർ അസംബ്ലി പ്ലാന്റുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഇവർക്ക് 15,000-ലധികം റിസെല്ലർമാരുടെ വലിയ ശൃംഖലയുണ്ട്. വീടുകൾ, ചെറുകിട സംരംഭങ്ങൾ, വൻകിട എന്റർപ്രൈസുകൾ എന്നിവർക്കായി നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങൾക്കൊപ്പം IP സർവൈലൻസ് ക്യാമറകളും ഡീലിങ്ക് വിപണിയിൽ എത്തിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് സ്വിച്ചുകൾ, വയർലെസ് റൂട്ടറുകൾ, കേബിളിംഗ് എന്നിവയോടൊപ്പം സെക്യൂരിറ്റി ക്യാമറകളും കൂടി നൽകാൻ കഴിയുന്നത് ഡീലിങ്കിന് വിപണിയിൽ വലിയൊരു മേൽക്കൈ നൽകുന്നുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിൽ ഡീലിങ്കിന്റെ ഏകീകൃത വരുമാനം 13% വർദ്ധിച്ച് 1,566 കോടി രൂപയായി. പ്രവർത്തന ലാഭം 132 കോടി രൂപയും ലാഭം 104 കോടി രൂപയുമാണ്. എന്റർപ്രൈസ് മേഖലയിലും കൺസ്യൂമർ വിഭാഗത്തിലുമുള്ള വളർച്ചയാണ് ഇവർ മുന്നിൽ കാണുന്നത്. ഇനി ഇവരുടെ സാമ്പത്തിക ശേഷിയും വാല്യുവേഷനും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കാം. ഇൻവെസ്റ്റ് ചെയ്ത മൂലധനത്തിന്മേലുള്ള ലാഭത്തിലും ഓഹരി ഉടമകളുടെ പണത്തിന്മേലുള്ള ലാഭത്തിലും പ്രിസോർ വിസ്ടെക് ആണ് മുന്നിൽ നിൽക്കുന്നത്. തൊട്ടു പിന്നാലെ ആദിത്യ ഇൻഫോടെക്കും ഡീലിങ്കും ഉണ്ട്. വാല്യുവേഷൻ നോക്കിയാൽ ആദിത്യ ഇൻഫോടെക്കും പ്രിസോറും ഉയർന്ന നിരക്കിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ ഡീലിങ്ക് താരതമ്യേന കുറഞ്ഞ വാല്യുവേഷനിൽ ലഭ്യമാണ്. ഇന്ത്യയിലെ സർവൈലൻസ് വിപണി ഇപ്പോൾ കേവലം ക്യാമറകൾ സ്ഥാപിക്കുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. വിപണിയുടെ അതിവേഗ വളർച്ചയും സർക്കാരിന്റെ കർശനമായ സർട്ടിഫിക്കേഷൻ നിയമങ്ങളും വിദേശ ഇറക്കുമതിയിലുണ്ടായ കുറവും മത്സര രംഗത്തെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ആദിത്യ ഇൻഫോടെക് വ്യക്തമായ മാർക്കറ്റ് ലീഡറായി തുടരുമ്പോൾ പ്രിസോർ വിസ്ടെക് അതിവേഗ വളർച്ചാ സാധ്യതയും ഡീലിംഗ് സ്ഥിരതയുള്ള വളർച്ചയും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ തരംഗത്തിൽ നിന്ന് ഈ കമ്പനികൾ എങ്ങനെയൊക്കെ നേട്ടം ഉണ്ടാക്കുന്നുവെന്ന് നിക്ഷേപകർ തീർച്ചയായും നിരീക്ഷിക്കേണ്ടതാണ്. Wow.